നമസ്കാരം. നാരായണീയം 10ാം ദശകത്തിന്റെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ നമ്മൾ നിർത്തിയത് ഓർമ്മയുണ്ടോ? ബ്രഹ്മാവിന്റെ കോപത്തിൽ നിന്ന് രുദ്രൻ ജനിക്കുന്ന ആ ഒരു നിർണായക നിമിഷത്തിലാണ്. അപ്പോ ആ സംഭവങ്ങൾക്കു ശേഷം സൃഷ്ടി എങ്ങനെ മുന്നോട്ടു പോയി നമുക്ക് നോക്കാം അല്ലേ? ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ബ്രഹ്മാവിന് സൃഷ്ടിയിൽ നേരിടേണ്ടി വന്ന ആ തടസ്സങ്ങളെപ്പറ്റി ഒന്നുകൂടി ഓർക്കാം. പിന്നെ രുദ്രന്റെയും മഹർഷിമാരുടെയും വരവ്. അത് കഴിഞ്ഞ് സാക്ഷാൽ ബ്രഹ്മാവിനെ തന്നെ പറ്റിയൊരബദ്ധം, അതായത് ജ്ഞാനവും മോഹവും തമ്മിലുള്ള ആ ഒരു കളി. ഒടുവിൽ എങ്ങനെയാണ് മനുഷ്യവംശം ഉണ്ടായതെന്നും നമ്മൾ കാണും. കഴിഞ്ഞ ഭാഗം കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും, ബ്രഹ്മാവ് സൃഷ്ടിയൊക്കെ തുടങ്ങി, പക്ഷേ സനകാദികൾ അതിൽ സഹകരിച്ചില്ല. ആ ദേഷ്യത്തിലാണ് രുദ്രൻ ജനിച്ചത്. അപ്പോ കഥ അവിടുന്നാണ് ഇനി മുന്നോട്ടു പോകുന്നത്. അങ്ങനെ ദേഷ്യത്തിൽ നിന്ന് ജനിച്ച രുദ്രന്റെ കയ്യിൽ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ചുമതല കൊടുത്തു. ബ്രഹ്മാവ് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നോ, അതോ കാര്യങ്ങൾ കൈവിട്ടുപോയോ? നമുക്ക് നോക്കാം. ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ രുദ്രൻ അനുസരിച്ചു. പക്ഷേ ഉണ്ടായതോ ഭീകരന്മാരായ രുദ്രന്റെ അതേ രൂപമുള്ള കോടിക്കണക്കിന് സൃഷ്ടികൾ. ലോകം മുഴുവൻ അവരെക്കൊണ്ട് നിറയാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് സാക്ഷാൽ ബ്രഹ്മാവ് തന്നെ പേടിച്ചുപോയി. 6ാം ശ്ലോകം ആ രംഗം ശരിക്കും നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവരും. ദശകം 10ലെ 6ാമത്തെ ശ്ലോകം. രുദ്രാഭിസൃഷ്ടഭയദാകൃതി രുദ്രസംഘ സമ്പൂര്യമാണ ഭുവനത്രയ ഭീതചേതാഃ മാമാ പ്രജാസൃജ തപശ്ചര മംഗലായേ ഇത്യാചഷ്ടതം കമലഭൂർഭവതീരിതാത്മാ. അപ്പോ എന്താ ഇതില് പറയുന്നത്? രുദ്രനുണ്ടാക്കിയ ആ ഭീകരരൂപികൾ അവർ 3 ലോകത്തും അങ്ങ് നിറഞ്ഞു. ഒരുതരം സംഹാര താണ്ഡവം തന്നെ തുടങ്ങി. ഇത് കണ്ടിട്ട് ആകെ പേടിച്ച ബ്രഹ്മാവിന് ഭഗവാന്റെ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം ഉടനെ രുദ്രനോട് പറഞ്ഞു, വേണ്ട വേണ്ട, ഈ സൃഷ്ടി നിർത്ത്. ഇതിലും നല്ലത് ലോകത്തിനു വേണ്ടി തപസ് ചെയ്യുന്നതാണ്. പോയി തപസ് ചെയ്യൂ. രുദ്രന്റെ കാര്യം അങ്ങനൊരു പരാജയമായപ്പോ ബ്രഹ്മാവ് പ്ലാൻ ബി എടുത്തു. ഇത്തവണ അദ്ദേഹം സ്വന്തം ശരീരത്തിൽ നിന്ന് തന്നെ ജ്ഞാനികളായ മഹർഷിമാരെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. അടുത്തത് ദശകം 10ലെ 7ാമത്തെ ശ്ലോകം. തസ്യാദസർഗരസികസ്യ മരീചിരത്ര തത്രാംഗിരാഹ കൃതുമുനി പുലഃ പുലസ്ത്യഃ അംഗാദജായത ഭൃഗുശ്ചവശിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസഃ. ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസഃ. സൃഷ്ടിയിൽ ഭയങ്കര താൽപര്യത്തോടെ ബ്രഹ്മാവ് തന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തുനിന്നും മഹർഷിമാരെ ഉണ്ടാക്കി. ആരൊക്കെയാണെന്നല്ലേ? മരീചി, അത്രി, അങ്കിരസ്, ക്രതു, പുലഹൻ, പുലസ്ത്യൻ, പിന്നെ ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ. കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനാരാണെന്നോ? അല്ലയോ ഭഗവാനെ, അങ്ങയുടെ കാൽക്കൽ എപ്പോഴും സേവ ചെയ്യുന്ന അങ്ങയുടെ വലിയ ഭക്തനായ സാക്ഷാൽ നാരദ മഹർഷി അക്കൂട്ടത്തിൽ ജനിച്ചു. അങ്ങനെ മഹർഷിമാരൊക്കെ വന്നു. ഇനി അടുത്ത ഘട്ടം. ഇവിടെയാണൊരു ട്വിസ്റ്റ്. ബ്രഹ്മാവ് ജ്ഞാനത്തെ സൃഷ്ടിക്കുന്നുണ്ട്, പക്ഷേ അതേസമയം ഒരു നിമിഷത്തേക്ക് അദ്ദേഹം തന്നെ മോഹത്തിൽ വീണ്ടുപോകുന്നു. വളരെ രസകരമായൊരു ഭാഗമാണിത്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി വരുന്നത് 8ാമത്തെ ശ്ലോകമാണ്. ഇവിടെയാണ് ആരും പ്രതീക്ഷിക്കാത്ത ആ സംഭവം നടക്കുന്നത്. ലോകം മുഴുവൻ സൃഷ്ടിച്ച ബ്രഹ്മാവ് താൻ തന്നെ ഉണ്ടാക്കിയ വിദ്യയുടെ ദേവതയായ സരസ്വതിയെ കണ്ടപ്പോ ഒരു നിമിഷത്തേക്ക് മതിമറന്നുപോയി. അവളുടെ സൗന്ദര്യത്തിൽ മോഹിതനായി. ദശകം 10ലെ 8ാമത്തെ ശ്ലോകം. ധർമാധികാനഭിസൃജന്നധകർദ്ധമം ച വാണീം വിധായ വിധിരംഗജ സങ്കുലോഭൂത് ത്വദ്ബോധിതൈർസനകദക്ഷമുഖൈസ്തനൂജൈർ ഉദ്ബോധിതശ്ച വിരരാമ തമോ വിമുഞ്ചൻ. ദശകം 10ലെ 10ാമത്തെ ശ്ലോകം. ആദ്യം ബ്രഹ്മാവ് ധർമ്മദേവനെയും കർദമ പ്രജാപതിയെയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞ് സരസ്വതിയെ അഥവാ വാണിയെ സൃഷ്ടിച്ചു. പക്ഷേ സരസ്വതിയെ കണ്ടതും കാമദേവന്റെ അമ്പേറ്റ പോലെ അദ്ദേഹത്തിന് അവളോട് മോഹം തോന്നിപ്പോയി. എന്നാൽ ഭാഗ്യത്തിന് ഭഗവാന്റെ പ്രേരണ കൊണ്ട് സ്വന്തം മക്കളായ സനകനും ദക്ഷനും മറ്റുള്ളവരും അച്ഛനെ ഉപദേശിച്ചു. അച്ഛാ, ഇത് ശരിയല്ല എന്നു പറഞ്ഞു. ആ ഉപദേശം കേട്ടതോടെ ബ്രഹ്മാവ് തന്റെ തെറ്റു മനസ്സിലാക്കി ആ മോഹത്തിൽ നിന്ന് പിന്മാറി. മഹർഷിമാരെ ഉണ്ടാക്കി, അറിവുകൾ പകർന്നു കൊടുത്തു. എന്നിട്ടും കാര്യമൊന്നുമുണ്ടായില്ല. ജനസംഖ്യ കൂടുന്നേയില്ല. എല്ലാ വഴികളും അടഞ്ഞപ്പോ ബ്രഹ്മാവിന് ഒരു കാര്യമേ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ: സർവശക്തനായ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് ശരണം പ്രാപിക്കുക. ശരി, നമുക്ക് ദശകം 10ലെ 9ാമത്തെ ശ്ലോകം കേൾക്കാം. വേദാൻ പുരാണനിവഹാനാപി സർവവിദ്യാഃ കുർവൻ നിജാനനഗണാചതുരാനനോ അസൗ പുത്രേഷു തേഷു വിനിധായ സ സർഗവൃദ്ധിം അപ്രാപ്നുവൻസ്തവ പദാംബുജമാശ്രിതോ ഭൂത്. 9. അപ്പോ 4 മുഖങ്ങളുള്ള ബ്രഹ്മാവ് എന്തു ചെയ്തെന്നോ? തന്റെ 4 വായിലൂടെയും വേദങ്ങളും പുരാണങ്ങളും ലോകത്തുള്ള സകല അറിവുകളും പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ അറിവെല്ലാം തന്റെ മക്കൾക്ക്
പകർന്നുകൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ടും സൃഷ്ടി മുന്നോട്ടു പോകുന്നില്ല. അവസാനം അദ്ദേഹം അങ്ങയുടെ, അതായത് ഗുരുവായൂരപ്പന്റെ പാദകമലങ്ങളെ ആശ്രയിച്ചു. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ പിന്നെ വഴി തെളിയാതിരിക്കോ? ബ്രഹ്മാവിന് ശരിയായ ഉത്തരം കിട്ടി. ഈ ഒരു നിമിഷമാണ് ഭൂമിയിൽ മനുഷ്യവംശമുണ്ടാകാൻ കാരണമായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബ്രഹ്മാവിന് ശരിക്കുള്ള വഴി മനസ്സിലായി. സൃഷ്ടി മുന്നോട്ടു പോകണമെങ്കിൽ സ്ത്രീയും പുരുഷനും വേണം. അതിനെന്തു ചെയ്യും? അദ്ദേഹം ഒട്ടും മടിച്ചില്ല. സ്വന്തം ശരീരത്തെ തന്നെ രണ്ടായി പകുത്തു. അങ്ങനെ നമ്മള് ഈ ദശകത്തിന്റെ അവസാന ശ്ലോകത്തിലേക്ക് എത്തുകയാണ്. 10ാമത്തെ ശ്ലോകം. ജാനനുപായമഥ ദേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമഭജൻ മനു തദ്വധൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി വിവർദ്ധയംസ്ത്വം ഗോവിന്ദ മാരുതപുരേശ നിരുന്ധിരോഗാൻ. ആ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണെന്ന് മനസ്സിലായല്ലോ. ബ്രഹ്മാവ് തന്റെ ശരീരം രണ്ടായി വിഭജിച്ചു. അതിലൊന്ന് പുരുഷനും മറ്റേത് സ്ത്രീയുമായി. ആ പുരുഷനാണ് മനു, സ്ത്രീ ശതരൂപയും. അവരിലൂടെയാണ് പിന്നീട് മനുഷ്യവംശം വളർന്ന് പന്തലിച്ചത്. ഈ കഥയെല്ലാം പറഞ്ഞിട്ട് മേൽപ്പത്തൂർ അവസാനം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ ഗുരുവായൂരപ്പാ, അല്ലയോ ഗോവിന്ദാ, എന്റെ അസുഖങ്ങളൊക്കെ മാറ്റിത്തരണേ. നാരായണീയത്തിന്റെ ഒരു സൗന്ദര്യം ഇതാണ്. ഓരോ ദശകം കഴിയുമ്പോഴും ഇങ്ങനെ ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥനയുണ്ടാകും. ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ മഹത്തായ കഥ പറഞ്ഞിട്ട് കവി തന്റെ വേദനകൾ മാറ്റാൻ ഗുരുവായൂരപ്പനോട് നേരിട്ട് അപേക്ഷിക്കുകയാണ്. സത്യത്തിൽ ഇത് അദ്ദേഹത്തിന്റെ മാത്രം പ്രാർത്ഥനയല്ല, നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ബ്രഹ്മാവിന്റെ സൃഷ്ടിയുടെ ഈ അത്ഭുതകഥ കേട്ടതുപോലെ അറിവിന്റെ ഈ യാത്രയിൽ മുന്നോട്ടും ഞങ്ങളോടൊപ്പം ചേരാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ വിവരണം കണ്ടതിന് നന്ദി. ഞാൻ കോഷ്, ഒരു ബഹുഭാഷാ ചാനലാണ്. ഇവിടെ ഞങ്ങൾ ആത്മീയ ജ്ഞാനം ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ പങ്കുവയ്ക്കുന്നു. ഉടൻ തന്നെ കൂടുതൽ പ്രധാന ഭാഷകൾ ചേർക്കുന്നതായിരിക്കും. സനാതനധർമ്മത്തിലെ അമൂല്യമായ നിധികൾ ലളിതവും വ്യക്തവും അർത്ഥപൂർണവുമായ രീതിയിൽ നിങ്ങളിലേക്കെത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവദ്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ കുറൾ, സൗന്ദര്യലഹരി, കൂടാതെ ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ ദിവസവും വീഡിയോകൾ ലഭ്യമാണ്. അതും പല ഭാഷകളിൽ. ഞങ്ങളുടെ ഈ ശ്രമം നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഞാൻ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കും. ഈ ദിവ്യമായ അറിവ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാനും മറക്കരുത്. നമുക്കൊരുമിച്ച് സനാതനധർമ്മത്തിന്റെ ദീപം പ്രകാശമാനമായി നിലനിർത്താം.